ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെറ്റ് അനദർ വ്ളോഗ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്ഥലത്താണ്. ഏകദേശം ഒരു കാട് കാറ്റരീഷൊക്കെ ഉള്ളൊരു കിടിലൻ ലൊക്കേഷൻ. അപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ അത്ര ഫേമസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു റീലൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ വേറെ എടുക്കണം, അതായത് ഞാൻ വേറെ റീലുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഒറ്റ റീല് കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ കാണാൻ വന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോതമംഗലം, നമ്മുടെ കോതമംഗലത്ത് നിന്ന് കുറച്ച് മാറി, അതായത് കോതമംഗലത്ത് നിന്ന് മൂന്നാറൊക്കെ പോകുന്ന റൂട്ടാണ് തന്നെ. മൂന്നാർ വരെ പോകേണ്ട ആ ഒരു റൂട്ടിൽ കോതമംഗലം ടൗൺ കഴിഞ്ഞ് കുറച്ച് വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് നിൽക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ബാക്കിൽ കാണാമെന്ന് എനിക്കറിഞ്ഞൂടാ, അവിടെ ഒരു മല കാണുന്നുണ്ട്, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഞാനിപ്പം ഒരു സ്ഥലത്ത് നമ്മുടെ മാപ്പ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്, പക്ഷേ അങ്ങനെ കയറി പോകാൻ പറ്റില്ല എന്നാണ് അവിടുത്തെ ആൾ പറഞ്ഞത്. പിന്നെ ആ പയ്യൻ അവിടെ നിന്നൊരു പയ്യൻ പറഞ്ഞ് വേറെ ഏതൊരു വഴിയുണ്ടെന്ന്. ഇവിടെ ചോദിക്കാനും പറയാനൊരു മനുഷ്യനെ കാണില്ല, വേറെ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുവാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻകുടിയാണ്. അയ്യപ്പൻകുടി ഒരമ്പലമാണ്, അയ്യപ്പൻകുടി ക്ഷേത്രം എന്ന് പറയും. പക്ഷേ ആ ലൊക്കേഷൻ ഒരു പൊളി സ്ഥലമാണ്, അതായത് ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. പിന്നെ ഒരു വൈബ് സ്ഥലമാണ്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത്, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ലൊക്കേഷൻ എനിക്ക് ഇങ്ങനെ കണ്ടിട്ടൊന്നും മനസ്സിലാണില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാൻ ഒരു മിനിറ്റ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഹെറ്റ് അനദർ വ്ളോഗ്. ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ല, ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ലൈറ്റായി പോയി. എല്ലാ പ്രാവശ്യം ഇറങ്ങണ പോലെ ലൈറ്റായി തന്നെയാണ് ഇപ്രാവശ്യം ഇറങ്ങിയത്. പിന്നെ ഇത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് റോഡുണ്ട്, അതായത് അങ്ങോട്ട് റോഡ് കാണുന്നുണ്ട്. ഞാൻ ചുമ്മാ ഇങ്ങോട്ട് കയറ്റി വന്ന് ഇവിടെ നിർത്തി ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തിയാണ്. സോ ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവിടുത്തെ സീനറി കാണിച്ചു തരാം ഗൈസ്. നമ്മളപ്പം 8 മണിയായപ്പോഴത്തേക്കും വെടിയും പോയിട്ട പോലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്കാണ്. ഇൻട്രോ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തായാലും എവിടെയെങ്കിലും നിർത്തിയിട്ട് ഇൻട്രോ എടുക്കണമെന്ന് വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ്. ഇപ്പോൾ ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കോട്ടയം കഴിഞ്ഞ് ഏറ്റുമാനൂർ റൂട്ട് കയറിയിരിക്കുകയാണ്. അപ്പം ഒടുക്കത്തെ മഴ, ഇടയ്ക്ക് പിന്നെയും മഴ കുറയും. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഇടയ്ക്ക് മഴ പെയ്തു, ചെറുതായിട്ട് ചാറുണ്ട്. ഇവിടെയൊന്നും മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. നമുക്കെന്തായാലും മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. എന്തായാലും മഴക്കാറുണ്ടെന്ന്, നല്ല വെയിൽ കൊള്ളാം. ഞാൻ വിചാരിച്ച് ഫുള്ള് മഴയായിരിക്കും. ഇപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും വെയിൽ. ഇതിപ്പോൾ ഏകദേശം ഏറ്റുമാനൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊന്നും മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണം പോലും കാണുന്നില്ല ഗൈസ്, എന്താണെന്തോ. സാധാരണ പിന്നെ എൻ്റെ മൂക്കടഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റതിൻ്റെ ആ ഒരു ഇതാണ്, അതിൻ്റെ കൂടത്തി പിന്നെ ചെറുതായിട്ടൊരു മൂക്കടപ്പുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. 2-3 ദിവസമായിട്ട് മഴ നനഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ഇനിയിപ്പോൾ ഫുഡും കഴിച്ചിട്ടില്ല, എവിടെയെങ്കിലും നിർത്തി ഫുഡൊന്ന് കഴിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഇൻട്രോ എടുക്കണം, അങ്ങനെ നിറയെ പരിപാടിയുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഞാൻ റീല് മാത്രമേ കണ്ടിട്ടുള്ളൂ, അതായത് ഒറ്റ ഒരു റീല്. പിന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. എന്തായാലും ഏതാണ് സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി ഇൻട്രോ എടുത്തില്ലെങ്കിൽ ഒന്നുകൂടെ വേണേൽ പറയാം, അല്ല ഇൻട്രോ എടുക്കുവാണെങ്കിൽ ഇൻട്രോയ്ക്കകത്ത് എന്തായാലും ഒന്നുകൂടെ പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടെ പറയാം. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കോതമംഗലത്തേക്കാണ്. കോതമംഗലത്ത് അതായത് അയ്യപ്പൻകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വെറുതെ അയ്യപ്പൻകുടി സെർച്ച് ചെയ്തപ്പോൾ, മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, അതായത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ അതിനടുത്തൊരു നാടുകാണി വ്യൂ പോയിൻ്റ് എന്നും പറഞ്ഞ് കണ്ടു. അപ്പം ആ 2 സ്ഥലങ്ങൾ പിടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിൻ്റെ അടുത്താണ് വേറെ വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്ക് പോവാം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള പ്ലാന്. ഞാനിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഇനി കോതമംഗലത്ത് നിന്ന് ഇനി വേണമെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് വേണമെങ്കിൽ അതിരമ്പള്ളി പിടിച്ച് അങ്ങനെയും പോകാം, വാൽപ്പാറയോ, അത് ചിലപ്പം വരാം. ഞാൻ ഒന്നും ഫിക്സ് ചെയ്തില്ല, കാര്യം ഇപ്പം എൻ്റെ മനസ്സിൽ 2 സ്ഥലങ്ങൾ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുക. കാര്യം ഈ അയ്യപ്പൻകുടിയുടെ ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ഈ വെച്ച് പിടിച്ച് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കിടിലനാണ്. കാര്യം ആ മലയുടെ മുകളിൽ അധികാരുടെ ശല്യമില്ലാതെ ഇങ്ങനെ വന്ന് ഇരിക്കാമെന്നാണ് ആ റീലിൽ കണ്ടത്. ഞാൻ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പോകുന്നത്. എനിക്ക് എല്ലാവരും ഇപ്പം ഈ സമയത്ത് മൂന്നാർ അല്ലെങ്കിൽ വാഗമണ്ണൊക്കെ പിടിച്ചോണ്ടിരിക്കും. കാര്യം പുള്ളിക്കാരൻ വാഗമൺ റൂട്ടിലൊക്കെ കിടിലൻ കോടയും ക്ലൈമറ്റുമാണ്. അതുകൊണ്ട് എല്ലാവരും ആ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ മാത്രം എന്താ ഇങ്ങനത്തെ സ്ഥലം പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റീസണുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം. കാര്യം ഇനി അവിടെ ചെല്ലുമ്പോൾ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒറ്റ റീല് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു റീലും കണ്ടിട്ടില്ല. ആപ്പാട് ഒരു റീലേ ഞാൻ ഇതിൻ്റെ കണ്ടിട്ടുള്ളൂ, ഈ അയ്യപ്പൻകുടിയുടെ. ആ ഒരു റീല് കണ്ടു,
സ്ഥലം കൊള്ളാമെന്ന് തോന്നി. ഇനി ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും പറയാത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അടുത്തൊരു നാടുകാണി വ്യൂ പോയിൻ്റ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട് മാപ്പിൽ. അതും എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഗൈസ്, അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ നിർത്തി. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. കണ്ടോ, നല്ല മഴ. ഇത്രയും നേരം മഴയില്ലായിരുന്നു, ഇപ്പോൾ നല്ല കിടില മഴ, കണ്ണുപോലെ കാണാൻ മേല ആ രീതിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞ് ഇനി കോതമംഗലത്തേക്ക് കയറണം. അതായത് ഇപ്പോൾ കയറിയിരിക്കുന്ന നമ്മുടെ മൂവാറ്റുപുഴ റൂട്ടാണ്. മൂവാറ്റുപുഴ ചെന്നിട്ട് വേണം ഇനി കോതമംഗലം പോകാനായിട്ട്. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. പിന്നെ ഈ റൂട്ട് വന്നപ്പോഴത്തേക്കും ഒരു പള്ളി ഉണ്ട്. അതായത് അത് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കണ്ട. ഈ റൂട്ട് വരുമ്പോഴാണ് ഒരു പള്ളി, അതായത് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു പള്ളി. സൈഡിൽ വെള്ളച്ചാട്ടം, ഒരു പള്ളിയൊക്കെ ഉണ്ട്. അത് ഈ റൂട്ടാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം പിന്നെ ഇനി വെച്ച് പിടിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണം. കാര്യം ഞാൻ ഇതുവരെ ഫുഡ് കഴിക്കാൻ നിർത്തിയില്ല. ഇനി എവിടെയെങ്കിലും നിർത്തി ഫുഡും കഴിച്ച് നേരെ ഫ്രഷായിട്ട് അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിക്കുന്നതല്ലേ, ചോറ് കഴിക്കുക. കാര്യം എന്തായാലും മൂവാറ്റുപുഴയിലങ്ങനെ ചെന്നിട്ട് കഴിക്കാം, ഫുഡ് കഴിക്കാം. വിശപ്പ് കയറിത്തിറങ്ങിയിട്ടുണ്ട്, അതാണൊരു വിഷയം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ച് കാരണം ഒരു ആശ്വാസമുണ്ട്. അത് കാരണം വലിയ സീനില്ല. എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. ഞാൻ എവിടെയും കഴിക്കട്ടെ ഗൈസ്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഗൈസ് കണ്ടോ, ഇതാണ് ലൊക്കേഷൻ. ആ ബാക്കി കാണുന്നതാണ് ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നൊരു മലമ്പലം. പക്ഷേ ഈ ലൊക്കേഷൻ കണ്ടോ, ഇത് കണ്ടോ, കാട് മാത്രം. ഒരു രക്ഷയില്ലാത്ത വൈബ്. ഇവിടെ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി, പക്ഷേ ഒരു രക്ഷയില്ല ഈ വൈബ്. കണ്ട എൻ്റെ പോലെ വിഷയം. ഒറ്റ മനുഷ്യനില്ല ഈ റോഡിലൊന്നും, ഒരു മനുഷ്യനില്ല. അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ അവിടെയാണ് അമ്പലം തോന്നുന്നത്. അവിടെ ദൂരെ കാണാൻ സൂമാവൂലേ, ജസ്റ്റ് നല്ല വെട്ടമുണ്ട് കണ്ടാ. അതുകൊണ്ട് ആ വിദൂരത്തെ കാണാനാണ് അമ്പലം. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നൈസായിട്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ, മഴ പെയ്യുന്നുണ്ട് കണ്ടാ. മഴ പെയ്തിട്ട് കോട ഇറങ്ങിയ പോലത്തെ ഒരു ലക്ഷണം. പക്ഷേ ഇത് ഒരു രക്ഷയില്ല മോനെ, വെടിച്ചിട്ട് സ്ഥലം. വണ്ടിയുടെ താക്കോലാണ് ആക്കിയിട്ടിരിക്കുന്നത്. വന്ന വഴിക്ക് ഞാൻ മഴ കിട്ടി, നല്ലൊരു മഴ കിട്ടിയ കോട്ടയം കഴിഞ്ഞ് കയറി ഏറ്റുമാനൂർ എത്രയപ്പോൾ നല്ലൊരു മഴ കിട്ടി. അതുവരെ സീനില്ലായിരുന്നു, ചെറിയ രീതിയിൽ ചാരണേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഒരു ലൊക്കേഷൻ മോനെ വിഷയം എന്ന് പറഞ്ഞാൽ പോലെ തിക്കിടില്ല. എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണമെന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി പറയാം. ഗൈസ്, അങ്ങനെ ഇതാ പോകുന്ന രണ്ട് പയ്യന്മാരോട് ഇപ്പോൾ ചോദിച്ചു. ഇതിലെ കൂടെ അവന്മാർ വന്നാൽ വേറെ മനുഷ്യങ്ങളെ കാണില്ല. ആ പയ്യന്മാരോട് ചോദിച്ചപ്പോൾ വേറൊരു വഴിയുണ്ട്, ഞാൻ കയറിപ്പോയൊരു വഴിയുണ്ട്. ഇവിടെ നേരെ ഇങ്ങോട്ട് ചെല്ലുന്നു. അതായത് ഈ റോഡ് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ അങ്ങോട്ടൊരു വഴിയുണ്ട്, അതായത് നിങ്ങൾ ആദ്യം കാണുന്ന വഴി. ആ വഴി കയറി ചെന്നൊരു കുത്ത് കയറ്റമുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറി പോകാൻ പാടില്ല, റോഡുണ്ടെന്ന്. പക്ഷെ അങ്ങോട്ട് കയറി പോരുതെന്നൊക്കെയാണ് ഒരു ചേച്ചി അവിടെ നീളിയെന്ന് പറഞ്ഞത്. പിന്നെ ആ പയ്യനും അവിടെ നിന്ന് പയ്യനും പറഞ്ഞൊരു താഴത്തൂടെ പോയിട്ട് വണ്ടി കയറി പോയില്ല, താഴെ വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വന്നു. പക്ഷേ ഈ ഒരു ലൊക്കേഷനിൽ ഒരു ആംബിയൻസ് നോക്കി. ഞാൻ അവിടെയാണ് നേരത്തെ വണ്ടി വെച്ചത്, അതുകൊണ്ട് അവിടെ ആയിട്ടാണ് വണ്ടി വെച്ചത്. കണ്ട ആംബിയൻസാണ് കേസ്, ഒരു രക്ഷയില്ല. എൻ്റെ മോനെ വിഷയം ഇത് ഒന്നും പറയാനില്ല. ഞാൻ റീൽസ് കണ്ട് ഞാനായിട്ട് നോക്കി വന്ന സ്ഥലങ്ങൾ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ കിടിലൻ ലൊക്കേഷനുകളാണ്. ഇനി ഇവിടെ കോടയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, വരാൻ സാധ്യതയില്ല. കോതമംഗലം പിന്നെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതൊരു ബോണസാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നാടുകാണി എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ട, മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെയാണ് നിങ്ങൾ കാണുന്ന കോടയല്ല, നല്ല കൊതുകൊണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഇവിടെ നിന്ന് മാറിക്കട്ടെ, എന്നെ കടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു ആംബിയൻസ് മോനെ വിഷയം. പക്ഷേ മേളിൽ ചെല്ലുമ്പോൾ മഴ കിട്ടിക്കഴിഞ്ഞാൽ തേഞ്ഞ് കോട്ട ഉണ്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ആംബിയൻസ് എനിക്ക് ഒരു രക്ഷയില്ല. എന്ത് പറയാനാ, ഇതുണ്ടോ രണ്ട് സൈഡിൽ നിങ്ങൾ നോക്കി, അങ്ങോട്ട് നോക്കിയാലും ഒരു ആംബിയൻസ്. ഞാൻ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ഫോട്ടോ കൂടെ വേണം എടുക്കാം. അതുണ്ടോ വണ്ടി ഇരിക്കുന്ന ഈ ഒരു ഇത് നോക്ക്, ബാക്ക്ഗ്രൗണ്ട് നോക്കി. വിഷയം ചെളിയുണ്ട്. നിങ്ങൾ കണ്ടിട്ടൊരുമാതിരി മങ്ങി ഇരിക്കണ പോലെ തോന്നാനുണ്ടെങ്കിൽ ചെളിയുണ്ട്. ചെളി അത്ര ഇല്ല. മഴയൊക്കെ പെയ്ത് ഒരുമാതിരി വണ്ടി കളർ മങ്ങാന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കളറല്ല, ഇവിടുത്തെ ഈ സാധനത്തിൻ്റെ കളർ മങ്ങി തുടങ്ങി. എനിക്ക് ക്യാമറ എത്രത്തോളം ക്ലിയർ ആണെന്നില്ല എനിക്ക് അറിഞ്ഞൂടെ. ഇത് നമ്മൾ സെപ്പറേറ്റ് വെച്ചാൽ അതിൻ്റെ കളർ മങ്ങുന്നുണ്ട്. ചെളിയായി അഴുക്ക, ഒരു രക്ഷയില്ല മോനെ. നോക്ക്, നിങ്ങൾ ഇങ്ങനെ നോക്കി, ഈ ഒരു ആംബിയൻസ് ഇങ്ങനെ വണ്ടി ഇരിക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഒരു ഫോട്ടോ കൂടെ കീച്ച് എന്തായാലും ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് പോകാം. പയ്യൻ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകാം. എന്തോണാത്ത ഹസാറ് എൻ്റെ മോനെ ഇരിപ്പ് നോക്ക്, എച്ചാതെ സീനാവേ. ആക്ച്വലി എനിക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ വീടുണ്ട്, കണ്ടു കഴിഞ്ഞൊരു കാട് അന്തരീക്ഷം. ഇവിടെ കൂടെ വെള്ളം ഏതാണ്ട് ഒഴുകുന്നുണ്ടോ. പിന്നെ അവിടെ കൈതച്ചക്കത്തോട്ടം, അവിടെ ഫുള്ള് കൈതച്ചക്ക, ഏതാണ്ട് അവിടെ ദൂരെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആംബിയൻസ് കാണുമ്പം വണ്ടിയും കൂടെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു രക്ഷയില്ല മോനെ. ഒരു കോടയ ഒരു മഴ കൂടെ പെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഗൈസ്, നിങ്ങൾ വരുവാണെങ്കിൽ ലൊക്കേഷനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരെ റോഡ് കാണാം. അതായത് ഈ നാടുകാണി അയ്യപ്പൻകുടി എത്തുന്ന ലൊക്കേഷൻ പറയുന്ന ആ റൂട്ട് വന്നിട്ട് നിങ്ങൾ ഫ്രണ്ടോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു പാലം കാണാം. അതായത് ഇങ്ങനെ 3
ടീ പോലത്തെ ഒരു ജംഗ്ഷൻ വരും. ജംഗ്ഷൻ അല്ല, ടീ പോലത്തെ റോഡ് വരും. ആ റോഡ് നേരെ പോകുന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെത്താം. ഈ ഒരു ബാക്ക് സൈഡും കാണാം, എന്താ ഈ ഒരു ലൊക്കേഷൻ. അപ്പം ഞാൻ പോട്ടെ, ഒരു വീഡിയോ എടുക്കണം. എനിക്ക് ഇത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ മോനെ കണ്ടാ സീനിയർ നോക്കി സെറ്റ് വരെ. ഞാൻ ഇവിടെ നിന്ന് ക്യാമറ പിടിച്ച് പിച്ചും പേയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒറ്റ മനുഷ്യനില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനതുകൊണ്ടാണ് ഇവിടെ നിന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനാരും വരുന്നില്ല. ഇവിടെയൊക്കെ വീട് കുറവാണെന്ന് തോന്നുന്നു, അങ്ങനെ ആരും കാണുപോലുമില്ല. എന്തായാലും ഞാൻ ആ പറഞ്ഞ വഴിക്കൊന്ന് പോയി നോക്കട്ടെ. എന്തായാലും വന്ന സ്ഥലത്ത് പോകാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഇത്ര നേരമായിട്ട് കഴിക്കാൻ നിർത്തണില്ല. ഞാൻ ഹോട്ടൽ കാണും, പക്ഷേ നിർത്താൻ തോന്നുന്നില്ല. എന്താ ഉണ്ട്. ഇനി എന്തായാലും ഉച്ചയ്ക്ക് രണ്ടും കൂടെ ചേർത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോട്ടെ. ഇങ്ങോട്ടുള്ള റൂട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഒരു പുള്ളിക്കാരൻ വഴി പറഞ്ഞു തരാനൊരു പുള്ളിയെ കണ്ടു. അപ്പോൾ ആ പുള്ളിയോട് ചോദിച്ചു, പുള്ളി എൻ്റെ കൂടെ ലിഫ്റ്റ് അടിച്ച് പുള്ളി അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് വരുവാണെങ്കിൽ നേരെ കൊണ്ടെത്തിക്കണം വേറെ സ്ഥലത്താണ്. വശത്ത് കണ്ടത് ഇവിടെ അയ്യപ്പൻകുടി കോതമംഗലം, അതായത് അങ്ങോട്ട് കോതമംഗലം, ഇങ്ങോട്ട് നാട് കാണിക്കും പോവാം. ഈ വഴി നേരെ കയറി ചെല്ലുന്നതാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് ഇവിടെ ഇവിടുന്നൊരു വഴിയുണ്ട്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നിട്ട് നേരെ ഒരു പള്ളി കാണും, അതായത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു പള്ളി കാണും. ആ പള്ളിയുടെ അവിടുന്ന് നേരെ വരിക. ആരോടൊക്കെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ആ ഗൂഗിൾ മാപ്പിൽ പറയുന്ന റൂട്ട് വന്നു കഴിഞ്ഞാൽ തെറ്റും. അല്ലെങ്കിൽ ഈ കീരിപ്പാറ അങ്ങനെ എന്തൊരു പാറയുണ്ട്, കീരിപ്പാറ അങ്ങനെ എന്തൊരു പാറ, ആ റൂട്ട് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോർഡ് കാണാം. അതായത് നിങ്ങൾ നേരെ അയ്യപ്പൻമുടി ഇടുക, എന്നിട്ട് ഈ കീരിപ്പാറ വന്നിട്ട് നേരെ നാട് കാണിക്കുള്ള റൂട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് വരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. വന്ന റൂട്ട് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പുറകെ ആ പുള്ളി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറയാനും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനൊരു ബോർഡ് കാണും, അവിടുന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് ചെല്ലാമെന്നാണ് പറഞ്ഞത്. പിന്നെ നാടുകാണി ഉണ്ട്, അതുപോലെ തന്നെ ഭൂതത്താൻകെട്ട് ഇവിടെ അടുത്താണെന്നാണ് പുള്ളി പറഞ്ഞത്. അതും വേണമെന്ന് കണ്ടിട്ട് പോകാം. സമയം എത്രയായി? 11:47. നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടിട്ട് പോകാം. അപ്പോൾ ഇതാണ് ഒരു ഏകദേശം എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. എനിക്ക് വേറെ റൂട്ട് കറക്റ്റ് പറഞ്ഞു തരാൻ ഇങ്ങനെയൊക്കെ അറിയാവുള്ളൂ. അതായത് നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കീരിപ്പാറയാണോ, ഞാൻ ഇപ്പോൾ മാപ്പ് നോക്കിയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പൻമുടി ഇരവുംപറമ്പ് റോഡ്, അതാണ് ഈ റോഡ്. ഈ റോഡ് ഇരവുംപറമ്പ് റോഡ് അങ്ങനെ ഇട്ട് വന്നിട്ട് അങ്ങനെ വരുന്നതായിരിക്കും നല്ല. കീരിപ്പാറയിൽ നിന്ന് ഇരവുംപറമ്പ് റോഡാണിത്. അങ്ങനെ വന്നാലേ ഈ സ്ഥലം കിട്ടത്തുള്ളൂ. ഞാൻ ഈ റോഡിൽ നിന്ന് പോയി നോക്കട്ടെ, ഇത് തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി പറയാം. താഴെ വണ്ടി വെക്കാൻ പറ്റുള്ളൂ, മേപ്പോട്ട് കയറ്റാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും പോയി നോക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞ വഴി തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ലെഫ്റ്റാണ്, ലെഫ്റ്റ് കയറി അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നതാണെന്നാണ് പറഞ്ഞത്. അധികമൊന്നും ഇല്ല, കുറച്ച് കയറി പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഇതെന്തോന്നടേ ഇത്, വീടിനകത്തൂടെയൊക്കെയാണല്ലോ പോകുന്നത്. ഇത് വല്ലവൻ്റെ പറമ്പിലേക്ക് പോകുന്ന റോഡാണോ കണ്ടിട്ട്? ഇവിടെയൊക്കെ മൊത്തം വീടാണല്ലോ. ഇവിടെ ഒരു മല, അതവിടെ ദൂരെ മല കാണുന്ന പോലെ തോന്നുന്നുണ്ട്. എത്തി. ഇതാണ് സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് പോകേണ്ടത്. ഓക്കെ, നമുക്ക് മേടിച്ചില്ല പൈസ. അങ്ങനെ നമ്മൾ അയ്യപ്പൻമുടി വന്നിട്ടുണ്ട്. ഇവിടെ കടയിൽ കൊള്ളാൻ തോന്നുന്നു. ഇവിടെ വീടാണ്. പിന്നെ വേറെ സാധനം ഞാൻ കണ്ടു, നോ പാർക്കിങ്ങിൻ്റെ താഴെ അയ്യപ്പൻമുടിയിൽ ഓഫ് റോഡ് റൈഡിങ് കർശനമായി നിരോധിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഓഫ് റോഡിങ് എനിക്ക് വരുത്തുണ്ടോ. ഇതാണ് സാധനം മോനെ. ഇവിടെയൊക്കെ വീടാകട്ടോ അടുത്തടുത്ത്. ഇങ്ങനെ അങ്ങ് കയറിപ്പോകാനുള്ള സാധനമാണ് കാണുന്നത്. ഒറ്റ മനുഷ്യൻ്റെ ശല്യമില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലം. അതായത് നമുക്ക് സമാധാനമായിട്ട് വന്നിരിക്കണമെങ്കിൽ വന്നിരിക്കാം. ഇപ്പോൾ എല്ലാവരും പുള്ളിക്കാനും എന്താണ് വാഗമണ്ണൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ക്ലൈമറ്റ് ഇപ്പോൾ അവിടെയാണ്. എല്ലാവരും ഇപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ടാണ് വെറൈറ്റി പിടിക്കുന്നത് എപ്പോഴും. കാര്യം ഞാൻ നോക്കണത് കുറച്ച് നേരം ഇങ്ങനെ സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ. സത്യം പറഞ്ഞാൽ ഇതാണ് എന്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. എൻ്റെ വണ്ടി അവിടെ പോകുന്നുണ്ട്, ഹെൽമെറ്റ് മാത്രം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലം. അല്ലാണ്ട് ഇപ്പോൾ ക്ലൈമറ്റൊക്കെ കാണണമെങ്കിൽ നേരെ കണ്ടാ കാണാൻ പറ്റണില്ലായിരിക്കും. ക്ലൈമറ്റൊക്കെ കാണണമെങ്കിൽ എനിക്ക് ബാക്കി നോക്കിയാൽ മതി. കണ്ടാ ഏകദേശം തൊടുപുഴ ആ റൂട്ടൊക്കെ ആയിരിക്കും. തൊടുപുഴ ആയിരിക്കും അവിടെ കാണുന്നത്. ഐ മീൻ തൊടുപുഴയോ വാഗമണ്ണോ അങ്ങനെയുള്ള റൂട്ടൊക്കെ അവിടെ നല്ല കോട കാണുന്നുണ്ട്. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. സോ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. മോനെ ഒന്നും പറയില്ല, മഴ ഇവിടെ പെയ്ത് കഴിഞ്ഞാൽ വൈബായിരിക്കും. ഇപ്പോൾ എന്നാലുണ്ടാകും ചിലപ്പോൾ. ഒറ്റ മനുഷ്യനെ കാണില്ല, ഇനി അങ്ങോട്ടൊക്കെ കയറാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞു. ഇത് എന്താണ് ഇത്, പാറ മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക് ഇവിടെ നിന്നുള്ള വ്യൂ. എൻ്റെ മോനെ സംഭവം കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ച എന്താണോ അതെനിക്ക് കിട്ടി, അത് മതി. പിന്നെ കോട മഞ്ഞ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഒറ്റ റൂട്ട് മൂന്നാർ പിടിക്കുക, അല്ലെങ്കിൽ വാഗമണ്ണോ പിടിക്കുക. ഇങ്ങോട്ടൊക്കെ കയറാൻ പറ്റുമെന്നാണ് എനിക്കറിയാം. ഞാൻ ചെരുപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്, അതാണ് എൻ്റെ പ്രശ്നം. ഷൂ ഇട്ടുകൊണ്ട് അമ്പലമായതുകൊണ്ട് കയറുന്നതിന് പ്രശ്നമുണ്ടോയെന്ന് അറിയത്തില്ല. അല്ല വഴി കൊള്ളാം, ഒരു രക്ഷയില്ല. നോക്ക്, എനിക്ക് തോന്നുന്നു ആ സൈഡൊക്കെ എറണാകുളമായിരിക്കാനാണ് സാധ്യത. അത് ദൂരെ കാണാൻ മല.
ഈ സൈഡ് തൊടുപുഴ അപ്പുറത്തായിരിക്കും, തൊടുപുഴ അവിടെ എത്തി. ഇത് എന്താ മറ്റേ മൂലമറ്റം ആ റൂട്ടൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങ് ദൂരെ കാണുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ക്യാമറ എങ്ങനെയൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ വരുമ്പോഴേ അറിയത്തുള്ളൂ. നിങ്ങളെന്തായാലും വൺ ടൈം ഒന്ന് കണ്ടു നോക്കുക. വന്നിട്ട് ഒരു ദിവസം വെറുതെ പോയി. ഇപ്പോൾ തിരക്കുള്ള സമയങ്ങൾ എല്ലാവരും വാഗമണ്ണൊക്കെ പിടിക്കുമ്പം പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് വെച്ച് പോരുക. മോനെ കയറ്റമൊക്കെ നല്ല കയറ്റം കേട്ടോ. വിഷയം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം, ചുമ്മാ കുത്തിയിരിക്കാം. ഇവിടുത്തെ ഈ വ്യൂ ആണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും പുളി വ്യൂ. ഞാൻ വീഡിയോ എടുത്ത് നടക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാകും, പക്ഷെ കഥപ്പുണ്ട്, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഈ വണ്ടിയെ തന്നെ ഇങ്ങനെ ഇരിക്കണോണ്ടാ, എല്ലായിടും വണ്ടിയെ പോകുന്നതുകൊണ്ട് നടപ്പൊക്കെ ഇപ്പോൾ കുറവായി. അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. കഥപ്പ് അതുങ്ങൾ കാര്യമാക്കണ്ട. ഇവിടെ ആളുണ്ടാകുമെന്ന് പോലും അറിയത്തില്ല. അതോ ഈ മറ്റേ നട തുറക്കുക, പൂജ കഴിഞ്ഞിട്ട് ആൾ പോകുന്ന സെറ്റപ്പാണെന്ന് എനിക്കറിയാം. എനിക്കിത് കണ്ടിടപ്പോൾ മറ്റേ കൈലാസഗിരി പോയതാണ് ഓർമ്മ തന്നെ. കൈലാസഗിരി ഇതുപോലെ തന്നെയായിരുന്നു. ഇതുണ്ടോ ഇവിടെ മറ്റേ സാധനം കെട്ടി വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് മഴ സമയത്ത് ഇവിടെ തെന്നലുണ്ടെന്ന് തോന്നുന്നു. തെന്നുമായിരിക്കും പിടിച്ച് കയറാനുള്ള സെറ്റപ്പ്. ഉണ്ടോ ഈ ഒരു ലുക്ക് മീൻസ് വ്യൂ നോക്ക്. എന്താ പിന്നെ വലിയ കയറ്റമൊന്നുമില്ല, കുറച്ച് കയറ്റമുള്ളൂ. പക്ഷേ കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ എന്തത് നോക്ക്. ഇതാണ് അമ്പലം, അയ്യപ്പൻമുടി. സൂമിയല്ലാണ് അയ്യപ്പൻമുടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം. പക്ഷേ ഇത് നോക്ക്. അയ്യോ അവിടെ ആരോ കുത്തിരിക്കുന്നു, അവിടെ ആരോ ഇരിപ്പുണ്ട്. എൻ്റെ മോനെ എന്തത് സ്വർഗം. എന്താ അങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റുമായിരിക്കും, ഐ തിങ്ക് സോ. പക്ഷേ മോനെ ഈ ഒരു വ്യൂ ഇതിന് പകരം വെക്കാനൊന്നുമില്ല. എന്താ നോക്ക്, ക്ലൗഡ് ബെഡ് അല്ലെങ്കിലും മോനെ എൻ്റെ മോനെ ഇത് വിഷയം. ഇതൊന്നും പറയാനില്ല ഗൈസ്. ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടന്നു തോന്നുന്നു. അവിടെ കസേര കിടക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഐ തിങ്ക് മറ്റേ റീലിനകത്ത് കാണുന്ന സ്ഥലം അത്താന്ന് തോന്നുന്നു. അവിടെ മറ്റേ അതായത് ഹൃദയം സിനിമയിൽ എന്തായിരുന്നു അവരുടെ പേര്, പ്രണവ് മോഹൻലാലും ദർശനയും കൂടെ ഇരിക്കുമെന്നും പറഞ്ഞാൽ ഇരിക്കുന്നൊരു സ്ഥലം പോലെ ഉണ്ട്. അതിവിടെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് പാലക്കാട് ഇവിടെ ഒന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതുപോലത്തെ ലൊക്കേഷൻ കാണിച്ചു തരാം, സെയിം ലൊക്കേഷൻ. ഞാൻ അവിടെ പോയിരിക്കാം. ഇവിടെ ഒരു പുള്ളി ഇങ്ങനെ ഇരിപ്പുണ്ട്. അയ്യോ പെണ്ണുപിള്ള, പെണ്ണ് പുലിസീതാണ് ഇവിടെയൊക്കെ. ഞാൻ പോണു പുലിസീതം. ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റുമെന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടെ ചെരുപ്പിട്ടുണ്ട്. അയ്യോ ഇവിടെ ഏതാണ്ട് ഇരിപ്പുണ്ട്. ഒരു മിനിറ്റ് കേട്ടാ. ഇതാണ് അമ്പലം. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതാണ് വ്യൂ. താഴത്തോട്ട് നല്ല കൊക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇതാണ് മോനെ വ്യൂ. വാട്ടമാൻ എന്താ അത്. ഞാൻ അങ്ങോട്ട് അധികം തിരിക്കുന്നില്ല, അതായത് ഈ സൈഡിലേക്ക് തിരിക്കുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 കപ്പിൾസ് ഇരിപ്പുണ്ട്. ഇതൊക്കെ വേറെ വല്ലയിടത്തും പോയി ചെയ്തു കൂടി നിങ്ങൾക്കൊക്കെ ഒരുമാതിരി കുണച്ച് വെച്ചേക്ക്. ഞാൻ അതുകൊണ്ട് ആ സൈഡിലേക്ക് തിരിക്കുന്നത് അവിടെ ഇട്ടിരിപ്പുണ്ട്, അപ്പുറത്തിരിപ്പുണ്ട്. ഈ മല കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണാം. രണ്ടും കൂടെ അവിടെ ഇരുന്ന് ഞാനൊന്നും പറയുന്നില്ല. മറ്റേ സദാചാരമാണെന്ന് വിചാരിക്കും കേസ്. ഞാൻ നോ വേർഡ്സ്. ഇതൊക്കെ വേറെ വല്ലയിടവും പോയി ചെയ്യുന്നതെന്നല്ല, ഇങ്ങനെയുള്ളവർ കാരണമാണ് പലയിടവും പ്രശ്നങ്ങൾ. ഇപ്പം മറ്റേ കൊളുക്കുമലയിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായല്ലോ, ഒരു പയ്യൻ കൊളുക്കുമലയിലെന്ന് തോന്നുന്നു ഒരുത്തം വന്ന് സൂയിസൈഡ് ചെയ്തത്. അതുപോലെ തന്നെ പല ടൂറിസ്റ്റ് പ്ലേസും നാട്ടുകാർ കയറി ഇടപെടുന്നത്, അല്ലെങ്കിൽ പല ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും മീൻസ് ഒക്കെ പോകാം. കപ്പിൾസിന് പോകണമെങ്കിൽ ഞാൻ സദാചാരം പറയില്ല, പോവുക. പക്ഷേ അവിടെ ഒരു തോന്നിവാസം കാണിക്കാതിരിക്കുക. നൈസായിട്ട് പോകുന്ന സ്ഥലം കാണും, ഇതുപോലെ വ്യൂസ് കാണാൻ ഫോട്ടോ എടുക്കുക. അല്ലാണ്ട് വെറുതെ അവിടെയൊക്കെ പോയിരുന്ന് തോന്നിവാസം കാണിക്കുന്നതാണ് പ്രശ്നം. അത്ര ഞാൻ പറയുന്നത്. പോവുക. കപ്പിൾസിനോട് എനിക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ നാളെ ഞാൻ സിംഗിളാണെന്ന് നാളെ കമ്മിറ്റഡായി എനിക്ക് പോകാതിരിക്കാനും പറ്റില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ കാണിക്കണം എന്തെന്ന് ചോദിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പോവുക. മാന്യമായിട്ട് പോയിട്ട് ഞാൻ ഇതുപോലെ തന്നെ എവിടെ ഒരു ട്രിപ്പ് പോയി, മലപ്പുറത്ത് വെച്ച് ഞാൻ എവിടെയോ ഒരു സ്ഥലം ഏതായിരുന്നു എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആമസോൺ വ്യൂ പോയിന്റ്. ഞാൻ അന്നേരം പോയപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ 2 കപ്പിൾസ് ഇറങ്ങി വരിക. അന്ന് പറഞ്ഞാൽ ഞാൻ കയറി പോകുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറി ചെല്ലുമ്പോൾ അവരവിടെ ഇരിപ്പുണ്ട്. ജസ്റ്റ് അവർ റീലല്ല, അവരുടെ കുറച്ച് വീഡിയോ മീൻസ് ഈ സ്ഥലത്തിൻ്റെ വീഡിയോ. അവർ സ്ഥലം കാണുന്നു, അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നു, അല്ലാണ്ട് തോന്നിവാസം കാണിക്കുന്നില്ല. അത്രേ ഉള്ളൂ. തോന്നിവാസം അവർ സ്ഥലം കാണുന്നു, ജസ്റ്റ് അവിടെ ഇരിക്കുന്നു, കുറച്ച് നേരം ചില്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചെയ്യുന്നവർ അതിന് നിനക്ക് എന്താ പറയുക, ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് നാട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ട് എന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സീൻ വേറെ ഇപ്പോൾ ഞാൻ മറ്റേ സദാചാരമാണെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അതുകൊണ്ട് ആ ടോക്ക് വിടുക ഗൈസ്. കണ്ടോ, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കേണ്ട, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ടോക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സദാചാരം ഒന്നാമത് എനിക്ക് സംസാരിക്കുന്നത് ശരിയല്ല. ഞാൻ സംസാരിച്ച് വരുമ്പോൾ റൂട്ട് മാറി പോകുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ ഒന്ന് ഇരിക്കട്ടെ ഗൈസ്. ഈ സാധനം അയ്യോ, ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അതൊരു ചൂടെടുക്കണം. അയ്യോ, ഇങ്ങനെ നോക്കാം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് വേറെ ലെവൽ കേസ് ഉണ്ടോ. ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക മാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ അത് കണ്ടുകൊണ്ട് വന്നുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നല്ല മൂഡിൽ വന്നായിരുന്നു, പക്ഷേ അതങ്ങ് പോയി. അതല്ല ദൂരെ നോക്ക്, ക്ലൗഡ് ബെഡൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു വെളുപ്പിന് വന്നാൽ ചിലപ്പോൾ ഈ സമയത്ത് വേണം ക്ലൗഡ് ബെഡ് കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ടാ, മേഘം, മല, എൻ്റെ മോനെ, ഇതൊക്കെയാണ് സ്വർഗം. ഇതൊന്നും പറയാനില്ല. ഉണ്ടോ, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എന്താ രസം. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പോകുക ചെയ്യാണെങ്കിൽ എനിക്ക് മാരേജോ എന്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വരുന്നവർ ദയവ് ചെയ്ത് കുരിശിലൊക്കെ ഒന്ന് കളിയായിരിക്കുക, കാണുക, പോവുക. ഓക്കെ, കുറച്ച് നേരം ഇരിക്കുക. പിന്നെ എവിടെ ചെന്നാലും നാട്ടുകാരും വരും, അത് സ്വാഭാവികമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടോപ്പിക്ക് വിടുന്നു വേണ്ട, ശരിയായില്ല. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ വേറെ വല്ല റൂട്ടിലും പോയി ഞാൻ നാളെ ഏറിയില്ല. നിങ്ങളിത് കാണും ഗൈസ്, ഇത് കണ്ടുകൊണ്ടിരിക്കും മാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറൊന്നും വരുന്നില്ല, അരമണിക്കൂറോളം ഇരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇനി പിന്നെ അവിടെ നിന്ന് മാറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് സമാധാനത്തിരുന്നു. എന്തോ മനസ്സിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം മീൻസ് എന്താ വല്ല ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ ഇപ്പുറത്തൊരു സ്ഥലം കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് പോകും. ഞാൻ പിന്നെ വേറൊരു ലൊക്കേഷൻ ഞാൻ വരുമ്പോഴത്തേക്ക് അങ്ങനെ പിടിച്ചാൽ വരുന്നത്. ഒരു ലൊക്കേഷൻ മാത്രമായിട്ട് പിടിക്കില്ല, അതിൻ്റെ അടുത്ത് വേറെ ലൊക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് പിടിക്കുന്ന രീതിക്കാണ് ഞാൻ മാക്സിമം ട്രിപ്പ് ട്രൈ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം, നമ്മൾ വന്ന് പെട്രോൾ അടിച്ച് തന്നെ ഇല്ല. അത് കാരണം 2-3 സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോയി കഴിഞ്ഞാൽ ആണ്. ഇപ്പോൾ ഒരെണ്ണം ബോറായാലും അടുത്തടുത്ത് നമുക്ക് കിടന്ന് ഒരു എക്സ്പീരിയൻസ് എടുത്ത് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. പക്ഷേ ഇത് ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് നോക്കുക. അയ്യപ്പൻമുടിയിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ മാപ്പ് കാണിക്കുന്ന വഴി വരരുത്. നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റോഡ് പിടിക്കുക. ഒരു പള്ളി കാണും, പള്ളിയുടെ അവിടെ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് ഒരു റോഡ് വന്ന് കയറുന്നത്. പള്ളീൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ആണ് ഈ അയ്യപ്പൻമുടിക്കുള്ള റോഡ് കാണിക്കുന്നത്. നിങ്ങൾ റൈറ്റ് പിടിച്ച് നേരെ വിടുക. റൈറ്റ് തന്നെ പിടിച്ച് എങ്ങോട്ടും തിരിയേണ്ട, ഒറ്റ റോഡ് നേരെ വന്ന് വേറെ റോഡിൽ വന്ന് കയറും. അതായത് നേരത്തെ കാണിച്ച ആ റോഡിൽ വന്ന് കയറും. അവിടുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും. ബോർഡ് കാണുക, നേരെ ആ റോഡ് ഇങ്ങോട്ട് ഞാനിപ്പോൾ വന്ന വഴി പിടിച്ച് പോരുക. നേരെ വന്ന് അതിൻ്റെ താഴെ നിൽക്കുക. താഴെ വണ്ടി വെക്കാനുള്ള സ്പേസ് ഉണ്ട്, അതായത് അവിടെ വന്ന് നിൽക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ വല്ല ടെൻഷനോ മീൻസ് കുറച്ച് സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുക. പിന്നെ കോട അങ്ങനത്തെ സാധനമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പ്രദേശം, എനിക്ക് തോന്നുന്നു ഈ കോതമംഗലമൊക്കെ എനിക്ക് കിട്ടാൻ വഴിയില്ല. എന്നാലും ബൈ ചാൻസ് ലക്കിൽ കിട്ടിയാൽ കിട്ടി. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയർ അതാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ദിസ് പ്ലേസ് ഈസ് വേറെ ലെവൽ ഓസം, അങ്ങനെ വേണം പറയാൻ. അതായത് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് നേരം ഇരിക്കുക, വേണമെങ്കിൽ ഒരു പാട്ട് വിട്ട് വെറുതെ അങ്ങനെ ഇരിക്കുക. ആ വ്യൂ കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ ഇരുന്ന ആ സ്പോട്ട് അവിടെയാണ്. നേരത്തെ ഇരുന്നതിൻ്റെ അപ്പുറത്താണ്, ഇതിൻ്റെ അപ്പുറത്ത്. പക്ഷേ ഇവിടെയുണ്ട്, ഇവിടെ വേണം ഇരിക്കുക. നിങ്ങൾ വെറുതെ കുറച്ച് നേരം ഒരു പാട്ടൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മെയിനായിട്ടും ഈ ലോഫി സോങ്സാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോങ് അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ലോഫിയോ ലവ് ട്രാക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അതിടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഇട്ടിട്ട് ഇവിടെ കുറച്ച് നേരം അങ്ങ് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ സകലതും പോകും. വലിയ കയറ്റമില്ല, ഇത് അത്ര ഇത് അവിടെയാണ് നമ്മൾ വണ്ടി വെക്കുന്നത്. ഇത്രയും ഒരു കയറ്റം മാത്രമേ ഉള്ളൂ, ആർക്ക് വേണമെങ്കിലും വരാം. വന്ന് സമാധാനമായിട്ടിരിക്കും. വേണ്ട, ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. ഇവിടെയൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ അവരല്ലാണ്ട് വേറെ ഒറ്റ മനുഷ്യനില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിരിക്കുക, ഇതുപോലെ കുറച്ച് നേരം ഇരിക്കും. ഒരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും അന്തരീക്ഷം. അങ്ങനൊരു മഴയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തരീക്ഷം വേറെ ലെവലായിരിക്കും. കോട കിട്ടുമോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കിട്ടുന്ന ഇവിടെ ഉള്ളവർക്ക് അറിയാമെങ്കിൽ പറയുക, കോട ഉണ്ടാവും, ആയിരിക്കാം. പക്ഷേ ഇതിന് കോട വേണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരും. പിന്നെ ചാടിച്ചാവാനൊന്നും ഇങ്ങോട്ടൊന്നും വരരുത് ഗൈസ്, ഞാൻ ഇപ്പോഴേ പറയുക. വെറുതെ മറ്റേ കൊടുക്കുമലയിലൊക്കെ ഉണ്ടായ ഇൻസിഡൻസ് പോലെയൊന്നും ചാടിച്ചാകാനായിട്ടൊക്കെ ആയിട്ട് ഒരിക്കലും വരരുത്. നിങ്ങൾക്ക് ചാടിച്ചാവാനല്ലാണ്ട് ആ പ്രശ്നം എന്താണെങ്കിലും ജസ്റ്റ് ഇവിടെ വന്നിരിക്കും, ചില്ല് ചെയ്തിട്ട് പോകും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ച് നേരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വണ്ടി എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് നന്നാക്കാൻ വേണ്ടി പോകണം, അല്ലാണ്ട് ചാവാൻ വേണ്ടി പോയിരുന്നു. വെറുതെ ഇത്ര ദൂരം വണ്ടി ഓടിച്ച് വന്നിട്ട് ചാവാനായിട്ടൊക്കെ എന്തിനാണ്? അങ്ങനെയുള്ളവരൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക, അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് വണ്ടി ഇല്ലെങ്കിൽ ബസ്സിന് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു ബീച്ചാകാം, പാർക്കാകാം, എവിടെയെങ്കിലും കുറച്ച് നേരം പോയി ഇരിക്കുക സമാധാനമായിട്ട്. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനെ ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് മൈൻഡ് ഫ്രഷാക്കി തിരിച്ചു വരിക. അത്രേ പറയാനുള്ളൂ. വലിയ ദൂരങ്ങളൊന്നും പോകണ്ട. എനിക്കിപ്പം കോതമംഗലത്ത് വരാനായിട്ട് ഞാൻ തിരുവല്ലയിൽ നിന്ന് ഇപ്പോൾ റൂമിൽ നിന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വരാനായിട്ടാണെങ്കിൽ എനിക്ക് 100 കിലോമീറ്ററാണ് ഉള്ളത്.
അതല്ലാണ്ട് കുറേ സ്ഥലം എനിക്കിപ്പോൾ വേറൊരു സ്ഥലം കൂടെ ഉണ്ട്. നമ്മുടെ തിരുവല്ലയിൽ നിന്ന് കുറച്ചുകൂടെ പോയി എനിക്ക് തോന്നുന്നു അടൂർ എവിടെയാണ് ഒരു മലയുണ്ട്. ഇതേപോലെ തന്നെ ഒരു ലൊക്കേഷൻ ഞാൻ റീലിൽ കണ്ടതാണ്, പോയിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം അങ്ങോട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അടുത്തുള്ള സ്ഥലം തന്നെ പോകും, വല്ല മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ പോകണമെന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് കാണാൻ പറ്റിയ സ്ഥലം. ഇപ്പം എനിക്ക് ആലപ്പുഴയിൽ ബീച്ചാണുള്ളത്, അല്ലാണ്ട് അവിടെ മല കാണാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങോട്ട് തൊടുപുഴ, മൂന്നാർ, ഇങ്ങനെ ഈ സൈഡിലേക്ക് വരാം. അത്ര മല കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ. കാട് കാണണമെങ്കിലും നേരെ മറ്റേ ഏതൊക്കെ റൂട്ടുണ്ട്, നമ്മുടെ മലക്കപ്പാറ, വാൽപ്പാറ റൂട്ട് പിടിക്കാം. അതിരമ്പള്ളി, വാൽപ്പാറ, അല്ലെങ്കിൽ മറ്റേ വേറെ ഉണ്ട് മാമലക്കണ്ടം റൂട്ട് പിടിക്കാം. സോറി, അതിരമ്പള്ളി, വാൽപ്പാറ വേറെ റൂട്ട്, മാമലക്കണ്ടം, മലക്കപ്പാറ റൂട്ട് വേറെ. അങ്ങനെ പോവാം കാട് കാണണമെന്നാണെങ്കിൽ. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന്, അതായത് തിരുവല്ലയിൽ നേരെ ഒറ്റ റോഡ് അച്ചൻകോവിൽ പിടിച്ച് കഴിഞ്ഞാൽ കാട്. അതാണ് ഏറ്റവും ഡേഞ്ചറസ് റോഡ്. ഞാൻ ഓൾറെഡി വ്ളോഗ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലാത്തവർ കണ്ടു നോക്കാം. നമ്മുടെ ചാനലിൽ തന്നെ വ്ളോഗ് നടക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ഫോറസ്റ്റ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചൻകോവിൽ, കല്ലേലി അച്ചൻകോവിൽ റൂട്ടാണ്. അതിനെ വെല്ലാനൊന്നുമില്ല. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചിറ്റാർ നമ്മൾ ടൗണിലേക്ക് പോകുന്നതല്ലാണ്ട് വേറെ റൂട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ അടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലും. എൻ്റെ വാട്സപ്പിലൊക്കെ നമ്പറുള്ളവരും ഇൻസ്റ്റ കാണുന്നവർക്കും അറിയാൻ പറ്റും. ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ആനെ കണ്ടു എന്ന് പറഞ്ഞു. ആ റൂട്ട് ജസ്റ്റ് ഒരു വീട്ടിനകത്തൂടെ കയറി ചെല്ലുന്നൊരു കാടാണ്. ആ കാടിനകത്ത് ഞങ്ങൾ പോകുമ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. ഞങ്ങൾ പക്ഷേ കണ്ടില്ല. ഞങ്ങൾ അതേ റൂട്ട് തന്നെ തിരിച്ച് വണ്ടി എടുത്ത് പോയി. പക്ഷേ ആനയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ആന ഉണ്ടായിരുന്നെന്നാണ് പുള്ളി പറഞ്ഞത്. ആ റൂട്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പോൾ മഴ സമയത്തുകൊണ്ട് സാധനം എപ്പോൾ വേണമെങ്കിലും വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചിറ്റാർ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സൈറ്റ് പോകുന്ന കാരണം ഓരോരുത്തരിങ്ങനെ പറഞ്ഞു കേട്ടതും കേട്ടിട്ടുള്ളതും പിന്നെ നമ്മുടെ കൂടെ ഉള്ളവന്മാർ സൈറ്റിൽ പോയപ്പോൾ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. സോ അതാണ് പറയുന്നത്, ദൂരങ്ങൾ അല്ല, കാണുന്ന സ്ഥലത്തിനാണ് പ്രാധാന്യം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ദൂരമുണ്ട് 100 കിലോമീറ്റർ പറ്റുണ്ടെങ്കിലും, പക്ഷേ ഈ 100 കിലോമീറ്ററിൽ ഞാൻ എന്തിനാണോ വന്നത് അതെനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറൊന്നും എനിക്കിനി വേണ്ട. ഇനി അടുത്ത നാട് കാണിയിൽ ഇതിനപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അതെനിക്കൊരു ബോണസാണ്, പ്ലസ് പോയിൻറ്റ്, അതായത് പ്ലസ് ബോണസായിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഭൂതത്താങ്കെട്ട് ഞാൻ പോയിട്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കുറച്ച് നേരം ഇരിക്കാമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക, കുറച്ച് നേരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ മൈൻഡിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ വിട്ടിട്ട് വരിക. അതും വെച്ചോണ്ട് പിന്നെ വരരുത്. അങ്ങനെയുള്ളവർ പോകാനും നിൽക്കരുത്. അങ്ങനെ അത് അവിടെ തന്നെ കളഞ്ഞിട്ട് വരുന്നതാണ് നല്ലത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചാടിച്ചാലും ആത്മഹത്യയൊക്കെ ഒരു പരിധി വരെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. കുറച്ച് നേരം ഇരുന്ന് ഈ ഷൂ ലൈസ് കഴിഞ്ഞു പോയി, അത് കാരണം ഞാൻ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചാടിച്ചാവാനായിട്ട് എങ്ങോട്ടും പോകരുത്. അവിടെ പോവുക, നിങ്ങളുടെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വിട്ടിട്ട് ഫ്രഷ് മൈൻഡോടുകൂടി വരിക. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ പൊളിയായിരിക്കും പിന്നെ അങ്ങോട്ട് ലൈഫ്. ഇത് മറ്റേ ഉപദേശ ക്ലാസ് പോലെ ആയിപ്പോയല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. ഞാൻ ഇത് സംഭവം നടന്നിട്ട് ഇപ്പോൾ കുറച്ചായി. അതിനെപ്പറ്റി കുറേ ജീപ്പുകാരുടെയൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. കാര്യം അവിടെ ജീപ്പ് ഓടിക്കുന്നവർക്ക് അതാണ് അവരുടെ വരുമാന മാർഗ്ഗം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് ചാടിച്ചാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് അത് മനസ്സിൽ കിടക്കും. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വരാതാവും, ചിലപ്പോൾ പോലീസ് കയറി ഇടപെടും, ചിലപ്പോൾ അങ്ങോട്ട് വരുന്നവരെയൊക്കെ ചിലപ്പം അങ്ങനെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അവിടെ സ്ട്രിക്റ്റ് ആക്കാൻ പോകുന്നു, ആൾക്കാരെ കയറ്റി വിടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കേട്ടിട്ടുള്ളതാണ് റീലിൽ. ഇപ്പം കറക്റ്റ് പറയാനായിട്ടാണ് അവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ളവർ പോകാനേ നിൽക്കരുത്. ഒരു നല്ല സ്ഥലം അല്ലെങ്കിൽ ഒരു നല്ല പ്ലേസിനെ നമ്മളായിട്ട് തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരൊക്കെ വേറെ വല്ല വിഷം അടിച്ച് ചാകണം, വീട്ടിൽ തന്നെ വിഷം അടിച്ച് ചാകണം നല്ലത്. അല്ലാണ്ട് ഇപ്പം ഞാനിപ്പോൾ എന്ത് പറയും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ വണ്ടി എടുക്കുക, പോവുക, ഫ്രഷ് മൈൻഡോട് കൂടെ പിന്നെ പോകണം. നമ്മൾ ഒരു സ്ഥലം കാണുക, അവിടെ തന്നെ ആ പ്രശ്നം തീർക്കുക, തിരിച്ചു പോരും. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തീർക്കാനുള്ളതാണ് പറഞ്ഞു തീർക്കുക. അതല്ലാണ്ട് പിന്നെ ഈ ഹൈ റേഞ്ച് പോകുന്നവർ പ്രത്യേകം എന്നിട്ട് ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കുമെന്ന്. അല്ലാണ്ട് ഹൈ റേഞ്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൈൻഡ് നമ്മൾ ഡിസ്ട്രാക്റ്റ് ആയിരിക്കുകയാണെങ്കിൽ പണി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, എനിക്ക് പലതവണ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഒരു മൈൻഡ് അതായത് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് ഞാൻ ഇതുപോലെ വണ്ടിയെടുത്ത് എവിടെ പോയപ്പോഴത്തേക്ക് 2-3 പ്രാവശ്യം വണ്ടി കയ്യിൽ നിന്ന് പോയി. വീടില്ല, പക്ഷേ 2-3 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എവിടെ പോകുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഈ പാട്ടും ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ അതാണ്. ഞാൻ എവിടെ പോയാലും പാട്ട് വിട്ടുകൊണ്ട് അങ്ങനെ വണ്ടി പിടിച്ചു. ഒരിപ്പോൾ നല്ലൊരു പാട്ടിട്ട് നമുക്ക് ആ സമയത്ത് പിന്നെ വേറെ ചിന്തകളൊന്നും വരരുത്. എന്നിട്ട് അവിടെ പോയിരിക്കുക, അതങ്ങോട്ട് മറക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത സ്ഥലത്തേക്ക് പിടിക്കട്ടെ. വണ്ടി അവിടെ ഇരിപ്പുണ്ട്, ഹെൽമെറ്റും ഉണ്ട്, ഭാഗ്യം. പിന്നെ കുറച്ച് കയറ്റി കൊടുക്കണ്ട, ഇത്രേ ഉള്ളൂ കയറ്റം. പെട്ടെന്ന് ഇറങ്ങി വരാം. പിന്നെ ഞാൻ കഥക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഈ ബൈക്ക് നടക്കുന്ന കാരണം നടപ്പ് കുറവാണ്. അതായത് ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ പോയാലും ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാരണം നടപ്പ് കുറവുള്ളതുകൊണ്ട് ആണ് എനിക്ക് കഥപ്പ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, വന്നിട്ട് പോവാം, കണ്ടിട്ട് പോവാം, ചടിച്ചാവാതെ വെറുതെ കാണുക, പോരുക. അപ്പോൾ അടുത്ത റൂട്ട് പിടിക്കാം നമുക്ക്. അയ്യോ, ഇവിടെ ഒരു കടയുണ്ടല്ലേ, കട തുറന്നു. നല്ല വെള്ളമോ ചായ വല്ലതും കിട്ടുവാണെങ്കിൽ അത് കുടിച്ചിട്ട് നമുക്ക് പോകാം. അതായത് നമുക്കിനി അടുത്ത നാട് കാണി, അവിടെ എത്തുമ്പോൾ ഞാൻ വരാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്, നാട് കാണി. ജസ്റ്റ് നമ്മുടെ
അവിടുന്ന് അതായത് അയ്യപ്പൻമുടിയിൽ നിന്ന് നാടുകാണി 4 കിലോമീറ്റർ വരുന്നത് ഇങ്ങനെ അവിടുന്ന് വരുമ്പോഴത്തേക്ക് ആ ഒരു ജംഗ്ഷൻ വന്ന് വെക്കും, ആ ടി ജംഗ്ഷൻ. അവിടെ നേരെ നാടുകാണി ഈ ഒരു മലയും കാണാം, റോഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാം. ഇത്രേ ഉള്ളൂ, വേറെ നിങ്ങൾക്ക് അടയാളങ്ങളൊന്നുമില്ല. കയറുക, ഇത് ഇച്ചിരി കയറ്റാ. ഇതൊന്ന് പള്ളിയാന്ന് തോന്നുന്നു ഇതിൻ്റെ മേളിൽ കൊള്ളാം. പക്ഷേ അയ്യോ, ഐ തിങ്ക് അയ്യപ്പൻമുടിയാണോ അവിടെ ഒരു മല കാണുന്നുണ്ട്. ഇതെന്തോ പള്ളിയാണ്, കുരിശ് നമ്മുടെ അങ്ങോട്ട് പോകുന്നത്. അതായത് അയ്യോ അവിടെ സ്ഥലം മറന്നുമില്ല, കുരിശുമലയിൽ കയറണ പോലത്തെ ഒരു കയറ്റമുണ്ട്. ഇത് അത്യാവശ്യം നല്ല കയറ്റാണ്. അപ്പുറം അപ്പുറമൊക്കെ വീടുകളാണ്, അങ്ങോട്ട് കയറാൻ വഴിക്കും വീടുകളാണ്. ഇതിനെന്തായാലും വേറെ അടയാളമൊന്നുമില്ല. നമ്മൾ നേരെ അയ്യപ്പൻമുടിയിൽ നിന്ന് ഒറ്റ റോഡ് പറഞ്ഞാൽ നേരെ കിടക്കുന്ന റോഡ് പിടിക്കുക. അതായത് അയ്യപ്പൻമുടിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് പിടിക്കുക, ലെഫ്റ്റ് ഒറ്റ റോഡ് പിടിക്കുക, നേരെ ഒരു ജംഗ്ഷനിൽ വരും. ജംഗ്ഷനിൽ വന്നിട്ട് വീണ്ടും ലെഫ്റ്റ്. നിങ്ങൾ നാടുകാണി ഇടുമ്പോൾ തന്നെ കറക്റ്റ് ലൊക്കേഷൻ ഇടുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പോലെയല്ല, ഞാനിപ്പോൾ നല്ലപോലെ കാറ്റുണ്ട്. ഇതെന്തോ വീട്ടിലേക്ക് കയറി പോകുന്ന റോഡ് പോലെയുണ്ട്. ഇതായി കഥപ്പ് മാറ്റിയിട്ട് വരാം ഗൈസ്. ഇതുണ്ടല്ലോ നമ്മൾ വിചാരിക്കണ പോലെയല്ല, കണ്ടോ ചില്ലറ കയറ്റല്ല. ഞാനിപ്പോൾ തന്നെ തീർന്ന് അണഞ്ഞ് അയ്യോ അത്ര മേളിൽ പോകണു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെന്നിട്ട് കഴിച്ചുതരാം. എൻ്റെ അമ്മ അത്രയും ടോപ്പിൽ പോകണം. അയ്യോ ഇത് ഇച്ചിരി കൂടിപ്പോയല്ലോ ദൈവമേ. ഈ ഒരു പരീക്ഷണം വേണ്ടായിരുന്നു എൻ്റെ കർത്താവേ. താഴെ കഴിയുന്നു കൂടെ ഓണ്ടെ അങ്ങ് മുകളിലാണ് ഈ വ്യൂ. പക്ഷേ ഇതുണ്ടോ സ്ലിപ്പാണ്, മീൻസ് മഴ പെയ്ത് തെന്നി കിടപ്പുണ്ട്. ഞാൻ ഒന്ന് തെന്നിയായിരുന്നു, അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ വെച്ചൊന്ന് തെന്നിയായിരുന്നു. ഇതുണ്ടോ ഇതുപോലെയാണ് കിടക്കണം പാറ. സോ സൂക്ഷിച്ചും കണ്ണൊക്കെ വരിക. ഞാൻ ഇപ്പം നിറയാൻ പറയുമ്പോൾ ഇത് ഇച്ചിരി പണിയായിപ്പോയി. ഇച്ചിരിയല്ല നല്ല പണിയായിപ്പോയി. കാര്യം ഏറ്റവും അത്ര ഉണ്ട്. ഇവിടെ ഇപ്പോൾ വീടുകളാണ്. അവിടെ എന്തോ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ബർത്ത്ഡേ പാർട്ടി എന്താ തിരിച്ചു പോകുവാണെങ്കിൽ കയറിയിട്ട് പോകായിരുന്നു. ഇവിടെ എന്താ ഇവിടെ ഒരു വീടുണ്ട്, 4 സ്ഥലമോ. ഇവിടെ ഇത് കുരിശുമല കറക്റ്റ്. അയ്യോ ഇടയ്ക്ക് ചെന്നാൽ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 കപ്പിൾസ് ഉണ്ടായിരുന്നു. കപ്പിൾസ് 2 പേര് അവിടെ താഴെ ഇരിപ്പുണ്ട്. അയ്യോ ഇവിടെ വേറെ കാര്യം പറയാനായിട്ട് പാർക്കിംഗ് ഒന്നുമില്ല ഗൈസ്. പാർക്കിങ് ഇല്ല, റോഡ് സൈഡിൽ തന്നെ വണ്ടി വയ്ക്കുക, നേരെ കയറി പോരുക. അതെനിക്ക് പറയാനുള്ളൂ. എവിടെ കയറ്റം പ്രശ്നമാണ് എനിക്ക്. എൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. അയ്യോ ഇതിലെ കൂടെയൊക്കെ ഒരു വഴി പോകുന്നുണ്ട്, എങ്ങോട്ടാണോ എന്തോ. ഞാനേ കഥപ്പ് മാറിയിട്ട് വീടെടുക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ ഇതിങ്ങനെ പോകുന്തോറും കിടിലം വ്യൂ ആണ്. അങ്ങോട്ട് നോക്കൂ. ഈ അയ്യപ്പൻമുടി അവിടെയാണോ? ഐ തിങ്ക് അവിടെയാണ് അയ്യപ്പൻമുടി എന്ന് തോന്നുന്നു. കണ്ടിട്ട് അവിടെ നമ്മൾ അന്നേരം അവിടെ നിന്നപ്പോൾ കണ്ട മലയാണ്. അത് തന്നെ അയ്യപ്പൻമുടി. നമ്മൾ നേരത്തെ കയറിയ അയ്യപ്പൻമുടിയാണ് ആ വിദൂരതയിൽ കാണുന്നത്. ഇത് വേണ്ട എന്നാ ഇത് സുഖമായിട്ട് അത് അയ്യപ്പൻമുടി ആവും എന്ന് വിശ്വസിക്കാം. പക്ഷേ കയറ്റാം കഠിനം തന്നെ അയ്യപ്പ. മല കയറ്റം റിസ്ക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല റിസ്ക്കാണ്. നമ്മൾ ഡെയിലി നടന്നൊക്കെ പോകുന്നവരാണ് കുഴപ്പമില്ല. അല്ലാത്തവർ പിന്നെ എനിക്ക് തോന്നുന്നു വലിക്കുന്നവർക്ക് ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. സിഗരറ്റ് വലിക്കുന്നവർക്കും കയറ്റം കയറുന്ന പ്രശ്നമാണ്. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് പ്രാവശ്യമെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ്. 2 ലൊക്കേഷൻ അടുത്തെടുത്താണ്. ഈ പറഞ്ഞ അയ്യപ്പൻമുടി ആയാലും ഒരു 4 കിലോമീറ്റർ, 4 കിലോമീറ്റർ കറക്റ്റ് 4 കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന് മാപ്പിട്ട് കണ്ടത്. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് നല്ല വെളുപ്പിനെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ കയറുക, അല്ലെ അയ്യപ്പൻമുടി കയറുക. 2 കയറിയാലും വ്യൂ പൊളിയാണ്. പിന്നെ ഇവിടെ എത്ര കയറ്റമുണ്ട്, ആ കയറ്റം കയറാൻ പറ്റുമെങ്കിൽ കയറ്. ഞാൻ ഒന്ന് ഇരിക്കട്ടെ. അയ്യോ ഇത് പക്ഷേ നല്ല കയറ്റാണ്. നമ്മുടെ കുരിശുമല പോലെ അല്ല ഇത്, കുത്തനെ കയറുക മാൻ. ഏയ്സ് ഇതുണ്ടോ എന്താ മോനെ, എന്താ ഈ കാണുന്നത്? കൊള്ളാം. ഞാൻ നല്ല രീതിയിൽ വീർത്തിട്ടുമുണ്ട്. കിതപ്പ് ഒരുവിധം കുറഞ്ഞു, പക്ഷേ ഉണ്ട്. സത്യം പറഞ്ഞാൽ ജാക്കറ്റ് വരെ പോയി ഫ്രഞ്ച് വിടുകാരണം. എന്ന് പറഞ്ഞാൽ ജാക്കറ്റ് വെച്ച് വിടുന്നുണ്ട്, അല്ലാണ്ട് ഇവിടെ തെച്ച് വിടുകാറില്ല. വെയിലുണ്ട്, ഇല്ലെന്ന് പറയില്ല, പക്ഷെ അറിയുന്നില്ല വെയിൽ. നിങ്ങൾക്ക് കണ്ടോ ഒരുമാതിരി മൂടി വയ്ക്കേ കണ്ടോ. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഇങ്ങനെ അവിടെ നിന്ന് എവിടെ റോഡ് അവിടെ
അവിടുന്ന് ആ കാടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ കയറി ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വന്ന് തളെത്തി. ഇനിയുണ്ട്. ദിസ് ഈസ് ഹെവൻ. അത്രേ പറയാനുള്ളൂ. ട്രക്കിങ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് സ്പോട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാധാനമായിട്ട് ഇരിക്കാനും വന്നിരിക്കാം. കണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചു പോകാനായിട്ട് 2 സൈഡിൽ സാധനം വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഇതും ഇടാ. എന്താ പറയുക, ഇതാ കാണുന്നത്. എല്ലാവരും റീൽസിൽ ട്രെൻഡായ അല്ലെങ്കിൽ ട്രെൻഡ് സ്ഥലങ്ങൾ പിടിക്കുമ്പോൾ ഞാൻ ഔട്ട് ഓഫ് ട്രെൻഡ് സ്ഥലങ്ങൾ പിടിക്കാൻ അതിൻ്റെ റീസൺ ഇതാണ്. എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരമാണ് ഈ കാണുന്നത്. ഈ കയറണ കയറ്റം. അയ്യോ, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അയ്യോ ഇരിക്കട്ടെ ചാവില്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇത് വെച്ച റിസ്ക് കേട്ടോ. ഈ നടന്നുകൊണ്ട് വ്ലോഗ് ചെയ്യണം. കഥപ്പും വരും, നമുക്ക് തൊണ്ടേനെ വെള്ളം പറ്റും. ഞാൻ വെള്ളം മേടിക്കാൻ പറയും. താഴെ കടയുണ്ട്, കടയിൽ ഇച്ചിരി വെള്ളം കൂടെ മേടിച്ചിട്ട് കയറേണ്ടായിരുന്നു. ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെള്ളം മേടിച്ചിട്ടേ വരത്തുള്ളൂ. കണ്ടോ? അയ്യാ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഇത്. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരം എന്തുകൊണ്ട് ഔട്ട് ഓഫ് ട്രെൻഡ് അല്ലെങ്കിൽ അധികം ആരും പോകാത്ത സ്ഥലം ഞാൻ പോകുന്നതിൻ്റെ റീസൺ ഇതൊക്കെ കൊണ്ട് തന്നെ. കണ്ടോ? നോക്ക്, അങ്ങോട്ട് നോക്ക്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് ഞാൻ കിതപ്പൊന്ന് മാറ്റട്ടെ എന്നിട്ട് പറയാം. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കിതപ്പ് മാറി, കുറച്ച് ആശ്വാസമുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സ്ഥലം പിടിക്കുന്നു എന്നതിൻ്റെ റീസണാണ് ഇത്ര നേരം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ മേളിലേക്കൊന്നും ആരും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. താഴേക്ക് ആൾക്കാർ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു കയറ്റം കാരണമായിരിക്കും. പക്ഷേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കുരിശുമല പോലെയല്ല ഇത്. കുരിശുമല അത്യാവശ്യം ചെറിയ, അതെന്ന് പറഞ്ഞാൽ വലിയ കയറ്റം, ചെറിയ കയറ്റം വരും, പിന്നെ സ്റ്റെപ്പ് ഉണ്ട്. ഇത് അങ്ങനെയല്ല, നല്ല കുത്തനേ ഉള്ള കയറ്റം. കാണാൻ മനസ്സിലാകുന്നുണ്ടോ? ബാക്ക് കണ്ടോ? ഈ ഒരു ഫ്രെയിം ഉണ്ടോ നിങ്ങൾ? ഈ ഫ്രെയിം നോക്ക്, ഈ ഒരു ഫ്രെയിം ഉണ്ടോ? ഈ ഒരു ഫ്രെയിമിന് പകരം വയ്ക്കാൻ വേറെ എനിക്ക് തോന്നുന്നില്ല. അതാ പറഞ്ഞത്, ഇതൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ പകുതി പ്രശ്നങ്ങളും ടെൻഷനൊക്കെ തീരും. ഇത് ഒന്നും ചിന്തിക്കാതെ കയറുന്നു, മേളിൽ ചെല്ലുന്ന കുറച്ച് കാഴ്ചകൾ കാണുന്നു. അന്നല്ല സംഭവം, നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്ങും പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ കയറിയാലേ അറിയത്തുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി പിടിക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. നാടുകാണിയിൽ നിന്ന് ഞാൻ കേട്ടത് തന്നെ ഈ അയ്യപ്പൻകുടി സെർച്ച് ചെയ്തപ്പോൾ, മാപ്പിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും തൊട്ടടുത്ത് നാടുകാണി വ്യൂ പോയിൻ്റ് എന്നും പറഞ്ഞ് ഫോട്ടോ പോയിൻ്റ് എന്നും പറഞ്ഞൊരു മാപ്പിൽ കാണുന്നുണ്ട്. ജസ്റ്റ് ഞാനതൊന്ന് കൈവിനെടുക്കണമല്ലോ, അതായത് ജസ്റ്റ് ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കി. അപ്പം അതിനടുത്ത് തന്നെ എന്നാൽ അതും കൂടെ ഒന്ന് കണ്ടു കളയാം. എനിക്കിതിനെപ്പറ്റി യാതൊരു അറിവില്ല, കേട്ടിട്ടുമില്ല. എന്നാൽ അവിടെ വരെ പോകണമല്ലേ, വീട്ടിൽ വരാം എന്ന് പ്ലാൻ ഇട്ടു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഭൂതാങ്കെട്ടിൻ്റെ കാര്യം ഇവിടെ അടുത്താണെന്നുള്ള അറിയാം. എനിക്ക് കേട്ടിട്ടുണ്ട് ഭൂതാങ്കെട്ട്. ഞാൻ തൊടുപുഴ എന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്, ഇതുവരെ പോയിട്ടില്ല. സോ ഇവിടെ വന്നാൽ പുള്ളിയോട് സംസാരിച്ചപ്പോഴാണ് ഭൂതാങ്കെട്ടിൻ്റെ കാര്യം എൻ്റെ ലിസ്റ്റിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയാണ് എന്നോട് പറഞ്ഞ നാട് കാണാനുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അത് പറഞ്ഞു. അതും കേട്ടപ്പം നമ്മളെന്നാൽ കണ്ടേക്കാം, വേറെ നഷ്ടമൊന്നുമില്ല. ഒരു 4 കിലോമീറ്റർ നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോഴാണ് 4 കിലോമീറ്റർ ഉള്ളതെന്നും കൂടെ മനസ്സിലായത്. അതായത് അയ്യപ്പൻകുടിയിൽ നിന്ന് 4 കിലോമീറ്റർ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. എന്നാൽ വിട്ടേക്കാന്ന് പറഞ്ഞു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ അത് പക്ഷേ നമ്മുടെ അയ്യപ്പൻകുടി ഏതാ നല്ല ഹൈറ്റിലാണ്. ഇത് അയ്യപ്പൻകുടി അവിടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ അത് ചെറിയ മല പോലെ കണ്ടിട്ട് തോന്നുന്നത്. എനിക്ക് ബാക്ക് ക്യാമറ കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഒരു പള്ളി, ഇവിടെ വയൽ, ഈ ഒരു വ്യൂ. ഗൈസ് ഞാൻ പറയുവാണെങ്കിൽ വന്ന് നിങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നല്ലത്. ഇതിൽ കൂടുതൽ വേറെ എന്ത് ഞാൻ പറയാനാ. എന്തായാലും വന്നത് വേസ്റ്റാവില്ല. പിന്നെ അവിടെ ഒരു കോട കൂടെ കിട്ടിയാൽ പൊളിയാണ്. പക്ഷേ കോട കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡിസംബറിലൊക്കെ കിട്ടുമായിരിക്കും. അതല്ലാണ്ട് ഈ സമയത്തൊക്കെ എനിക്ക് ഇതുവരെ കോടയൊന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൂടി നിൽക്കണ ആ മലകൾ കാണാം നമുക്ക്. ചുറ്റും മല, ഈ ഒരു പാറ, ഇനിയും പൊക്കത്തോട്ടുണ്ട്. എന്തായാലും ഞാൻ മേളിൽ ചെല്ലട്ടെ. മാൻ, വൺ ടൈം എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എനിക്ക് അറിഞ്ഞൂടാ. എക്സ്പീരിയൻസ് ചെയ്താലേ ആ ഒരു ഫീലിംഗ് അറിയാൻ പറ്റുന്നുണ്ടോ. നോക്ക്, എന്താ ഒരു വ്യൂ ഗൈസ്. അവിടെ ഇരുന്നപ്പോൾ കണ്ട വ്യൂ, എനിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരു ഫോട്ടോ കൊണ്ട് എടുത്തത്. എല്ലായിടത്തും ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ക്യാമറ ഏതെങ്കിലും പാറയിലോ കല്ലിലോ ബാഗിലൊക്കെ ചാരി വെച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഈ സോളോ റൈഡ് അടിക്കുന്ന എല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിന് മുമ്പം ഇപ്പോൾ ആ പുള്ളിയും ചോദിച്ചു ഒറ്റയ്ക്കാണോ വന്നതെന്ന്. ഞാൻ ലിഫ്റ്റ് കൊടുത്തത്. അതായത് അവിടെ താഴെ വെച്ചിട്ട് കണ്ടു. താഴെ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം പറഞ്ഞ പുള്ളി എന്നോട് ചോദിച്ചു ഒറ്റയ്ക്കാണോ എന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളൊന്നുമില്ല. വേറെ ആരും നോക്കണ്ട, വേറെ നോക്കണം അങ്ങനെ പോകില്ല എന്നല്ല. പക്ഷേ നമുക്ക് എപ്പോൾ വണ്ടി നിർത്താൻ തോന്നി വണ്ടി നിർത്താം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് വേറെ തോന്നിക്കഴിഞ്ഞാൽ പോവാം. നോ റൂൾസ്, നോ റെസ്ട്രിക്ഷൻ, അത്ര ഉള്ളൂ.
പിന്നെ കമ്പനി അടിച്ചും പോകാൻ കേട്ടോ. അതിനും വേറെ ചിലവൊന്നുമില്ല. അതിന് പറ്റിയ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അങ്ങനെ പോകുമ്പോഴും ലൈക്ക് ഫ്രണ്ടാകാം, കാമുകിയാകാം, ഗേൾ ഫ്രണ്ടാകാം, ആര് വേണമെങ്കിലും ആകാം. അങ്ങനെ പോകുമ്പോഴും അതൊരു വേറെ ഫീലിംഗ്. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യം വേറെ ആൾ കൂടെ നമ്മളിവിടെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയപ്പോൾ കാണുന്നു എന്നുള്ളൊരു ഫീലിംഗ് കൂടി കിട്ടും. അത്രേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഈ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെയോ കൂടുതൽ ആധികാരികമായി സംസാരിക്കുന്നത് പോലെ. അപ്പം മേളിൽ ചെന്നിട്ട് കാണുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പില്ല, ഇനിയും കുറച്ചുകൂടെ മുന്നിലോട്ടുണ്ട്. മഴയും പെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ കാത്തിരുന്നത്. എന്താണ് ഞാൻ കാത്തിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മുകളിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. 14ാം സ്ഥലം, ഐ തിങ്ക് 14 കുരിശടി അല്ലെങ്കിൽ ഈ ഒരു ബോർഡുണ്ട്. 14ാമത്തേൻ്റെ മുകളിലാണ് ഈ ഒരു മല. പറഞ്ഞു വരുമ്പോൾ 14 കുരിശടി. എനിക്ക് തോന്നുന്നു കുരിശുമലയിൽ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. സെയിം, പക്ഷേ ഹൈറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് കുരിശുമല വെച്ച് നോക്കുമ്പോൾ. ഇവിടെ കോടയും കൂടെ വരുവാണെങ്കിൽ മാൻ ഇത് തന്നെ മതി സ്വർഗം. കോതമംഗലം കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ കോതമംഗലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ്. ലൊക്കേഷനൊക്കെ വേണം ഞാൻ കമൻറ്റിൽ എവിടെയെങ്കിലുമൊക്കെ പിൻ ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ നാടുകാണി നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതിൻ്റെ കാഴ്ച. ഇത് എക്സ്പീരിയൻസ് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ അമ്മൂനി ഉണ്ടായിരുന്നുണ്ട് ഒന്നും വിചാരിക്കില്ലേ. ബട്ട് ദിസ് ഈസ് ഹെവൻ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ചിലപ്പോൾ ക്ലൗഡ് ബഡ് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ രാവിലെ ഇതുവരെ ഇതുപോലത്തെ സ്പോട്ടിലെങ്ങും പോയിട്ടില്ല. ബട്ട് ദിസ് ഈസ് ഹെവൻ. അത്രേ ഉള്ളൂ, ദിസ് ഈസ് ഹെവൻ. ഗൈസ് നിങ്ങൾ തന്നെ പറ, ഞാൻ വെറുതെ തള്ളുവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന റെക്കോർഡായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, സമാധാനമായിട്ട് വന്നിരിക്കാം, അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനുമില്ല, ഒന്നുമില്ല ഗൈസ്. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ പറയുമല്ലോ, പ്രണവ് മോഹൻലാലും മറ്റേ ഡാൻസ് ശ്രീനിവാസൻ കൂടെ മറ്റേ വിനീത് ശ്രീനിവാസൻ്റെ പടം, ഓരോരുത്തന്മാരുടെ സ്റ്റെപ്പ് കയറാൻ ഇവിടെ പാടാം. അങ്ങനെയുള്ളപ്പോഴാണ് കുന്നുമല കയറി നടക്കുന്നത്. പക്ഷേ ഇതാണ് കുന്നുമല കയറുന്നതുകൊണ്ടുള്ള ഗുണം ഗൈസ്. ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ആൾക്കാരൊക്കെ ഇപ്പോൾ കയറി വരുന്നു. അയ്യോ, ബാക്കിൽ ആരോ വന്നിട്ടുണ്ട്. സോ ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഭംഗി കരുതുള്ളൂ ഗൈസ്. ഇപ്പോൾ മഴയാണോ എന്താണെന്ന് അറിയത്തില്ല. ബാക്കിൽ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, മഴയാണെന്നാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണുന്നത്. ബാക്കിൽ കാണാൻ പറ്റണ്ട, ഇതാണ് സാധനം. അവിടെ നിന്ന് ആരൊക്കെയോ കയറി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം, എന്നാലേ അതിൻ്റെ ഒരു ഫീലിംഗ് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല കാറ്റുമുണ്ട്. വാ, അവിടെയൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് മഴ കയറി വരുവാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഫുള്ള് കാർമേഘം ഇരുണ്ടും കൂടി. മഴ കയറി വന്നുകൊണ്ടിരിക്കുക. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ റിസ്ക്കാണ്. മഴ കയറിക്കൊണ്ടിരിക്കുക. ആൾക്കാർ മഴ കയറി വന്നുകൊണ്ടിരിക്കുക. ഈ വ്യൂ കണ്ടോ, ഇതാണ് കാണേണ്ടത്. മഴ ഇതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ലപോലെ പെയ്യുണ്ട്. ഞാൻ കോട്ടെടുത്തിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ നനയുന്നു. അടിപൊളി. ഇതാണ് സാധനം, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മൂത്തത് മഴ പെയ്ത് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് പോകണ കണ്ടോ ഗൈസ്. അപ്പം അവിടെ നിന്ന് പെയ്ത് ഇതൊക്കെയാണ് ഗൈസ് അത്ഭുതം എന്ന് പറയണം. അത്ഭുതം, ഒരു രക്ഷയില്ല. വെള്ളം പറ്റിയില്ല, വെള്ളം കയറും ഇവിടെയൊക്കെ. പാലടക്കം നനഞ്ഞ് മഴ പെയ്ത് പോകുന്നത് വീടും പോവുക. ഒറ്റൊരു പിത്ത് അങ്ങനെ പെയ്ത് ഇതൊക്കെ ഇതിൻ്റെ വേളി വന്നാലേ കാണാൻ പറ്റും ഗൈസ്. അല്ലാണ്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് ഇതൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് ഇവിടുന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ചാർജ് തീർന്നു. അതുപോലെ തന്നെ 2 മണി, എനിക്ക് വിശക്കാൻ തുടങ്ങി. മഴ പെയ്ത് കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്. സൂക്ഷിച്ച് വരിക. വെള്ളമൊക്കെ ഒഴുകി കിടക്കുന്ന കാരണം സ്ലിപ്പാണ്, അടിച്ച് വീഴും. മിക്കവാറും ഞാൻ വീഴുമെന്ന് തോന്നുന്നു. ഇങ്ങനെ മേളിലേക്ക് കുറേ ടീം കയറി വന്ന്, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അത് കൂടാതെ കുറേ ഭായിമാരടിച്ച് കയറി വന്നിട്ടുണ്ട് മേളിൽ. അവന്മാരവിടെ കിടന്ന് ഗുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നൈസായിട്ട് അവിടെ നിന്ന് സ്കിപ്പായത്. എൻ്റെ അമ്മ ഇതങ്ങോട്ട് ഇപ്പോൾ റിസ്ക് ആണല്ലോ, നല്ല സ്ലിപ്പാണ്. സൂക്ഷിച്ച് പോകണം. കാര്യം
പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ താഴെ ചെന്ന് നിൽക്കത്തുള്ളൂ. എവിടെയെങ്കിലും ഉടക്കി ഇതേ വല്ല ഉടക്കി നിന്നാലും ഉള്ളൂ. കണ്ട മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വ്യൂ കണ്ട ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറയേണ്ടത്. ഞാൻ ഇത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ക്യാമറ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ട് നോക്കിയിട്ട് ഒരുമാതിരി വലിയ ക്യാമറ കാണുമ്പോൾ അത്ര ഫീൽ കിട്ടണില്ല എനിക്ക്. പക്ഷേ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ ആ ഒരു സാധനം അറിയാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നൊക്കെ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. വീഡിയോ എടുത്തോണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചാർജ് കൂടെ തീർന്നു. എനിക്കിനി വണ്ടി പോയി കുത്തിയിട്ടാൽ നടക്കത്തുള്ളൂ. 10% അല്ലെങ്കിൽ കുറച്ച് നേരം ഞാൻ ഇരുന്നത് കേട്ടോ. ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോവുക, എക്സ്പ്ലോർ ചെയ്യുക. ഇത് അഡ്വഞ്ചർ ട്രക്കിംഗ് ഒക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, വിട്ടോ കോതമംഗലം വരെ വന്നാൽ മതി. വെറുതെ വലിയ ദൂരങ്ങളൊന്നും പോകണ്ട. എറണാകുളത്തുള്ളവർക്ക് സുഖമായിട്ട് വരാൻ തോന്നുന്നു. കോതമംഗലം എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്ന് ഒരു 10-20 കിലോമീറ്റർ പറ്റി കാണാനാണ് സാധ്യത. കോതമംഗലത്ത് ഈ ഒരു സ്ഥലം ലൊക്കേഷൻ അടിച്ച് നോക്കുമ്പോൾ അയ്യപ്പൻമുടിയിൽ നിന്ന് നാടുകാണി നടിച്ചാൽ സുഖമായിട്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്. കറക്റ്റ് സ്ഥലത്ത് അയ്യപ്പൻമുടിയുടെ കാര്യത്തിൽ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ. അത് ആരോടെങ്കിലും ചോദ്യം ഇപ്പം തന്നെ വീണേ ചോദിച്ചാലും മതി. അവിടെ ആരെങ്കിലുമൊക്കെ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കയറി എൻ്റെ തന്നെ ഒരു വീടുണ്ട്. അവിടെ ഒരു ചേച്ചി ഉണ്ടാവും. ചേച്ചിയും കുറച്ച് പിള്ളേർ അവിടെ ഇരിപ്പുണ്ട്. അതൊരു സൗണ്ട് കേൾക്കണം. അപ്പോൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ പോരുക. ഞാൻ ആ സ്ഥലം നോക്കുക, ആ റൂട്ട് നേരെ, അതായത് കീരിപ്പാറ അതാണ് റൂട്ട്. കീരിപ്പാറ നാടുകാണിക്ക് പോകണമൊക്കെ ഒരേ റൂട്ടാണ്. ആ റൂട്ട് വരുമ്പോൾ തന്നെ അയ്യപ്പൻമുടി എന്നുള്ള ബോർഡും കാണാം. കോതമംഗലം അയ്യപ്പൻമുടി എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അപ്പോൾ അത് വെച്ച് പോരുന്നതാണ് നല്ലത്. സോ ഇത്രേ ഉള്ളൂ. ചാർജ് തീരാറായിക്കൊണ്ടേ ഇരിക്കുന്നു. 90% പറ്റാൻ കണ്ടായി. അപ്പോൾ ഇനി ഊത്തങ്ങോട്ട് പറ്റുവാണെങ്കിൽ പോവും. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇരിക്കും. ഫുഡ് കഴിക്കണം ആദ്യം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഫുഡൊക്കെ ഇച്ചിരി വെള്ളം കുടിക്കണം. തൊണ്ടയൊക്കെ വറ്റി. പക്ഷെ മഴ പെയ്തിങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് സമാധാനം കിട്ടി. അവിടെ കുറച്ച് നേരം പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ പറയാതിരിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ടാണ്. ഇനി ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ് ക്ഷമിക്കുക. അതാ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ തന്നെ പിന്നെ പറയാനേ പറ്റുള്ളൂ. കണ്ടില്ലേ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പറ്റുവാണെങ്കിൽ ഭൂതത്താൻകെട്ടിൻ്റെ അവിടെ വെച്ച് കാണാം. ഞാൻ അവിടെയും പോയിട്ടില്ല. അണക്കെട്ട് ഇപ്പോൾ തുറന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ പറഞ്ഞത്. അതും എന്തായാലും കാണാം. പോകണം. അതിൽ നിന്ന് കുത്തിയിടട്ടെ. ഇതാണ് ഭൂതത്താൻകെട്ട് ഡാം സംഭവം. അവിടെ കൂടെ കയറാൻ പറ്റും. ഗേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ പോയി ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് ഈ റോഡ് വന്ന് കഴിഞ്ഞാൽ നേരെ ഈ റോഡ് വടാട്ടുപാറയാണ് തോന്നുന്നു. എന്തെങ്കിലും സ്ഥലത്ത് പോകുന്നു. എന്നാൽ അതുകൂടെ കണ്ടാക്കാൻ വിചാരിച്ചു. കൊള്ളാം. വടാട്ടുപാറ ഇതിന് പുറത്തെടുക്കാം. അത് പോകാൻ വിചാരിച്ചു. ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ ഇതാണ് അവിടെ അണക്കെട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഷോപ്പർക്കട പറ്റുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സംഭവം അത്ര ഇവിടെ നമുക്ക് വടാട്ടുപാറ എന്താണെന്ന് കൂടെ ഒന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ കുട്ടമ്പുഴ കിടക്കാറുണ്ട്. കുട്ടമ്പുഴ ഉണ്ടല്ലോ. എന്നാൽ അടുത്ത് കുട്ടമ്പുഴയൊക്കെയാണ്. 3 മണിയായിട്ടുള്ള സമയമുണ്ട്. ഗൈസ്, വടാട്ടുപാറ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ഥലമാണ്. വെറുതെ ഒരു കുറച്ച് സ്ഥലം. അതിനവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നൊരു സ്ഥലം. അല്ലാണ്ട് അവിടെ വേറെ കാണാനൊന്നുമില്ല. നമ്മളവിടെ നിന്ന് നേരെ അത് കഴിഞ്ഞിട്ട് കുട്ടമ്പുഴ റൂട്ട് പിടിച്ച് ഇനി കുറച്ച് പേര് കുട്ടമ്പുഴ റൂട്ട് ആ കാടിനകത്തൂടെ കുറച്ച് നേരം വണ്ടി ഓടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിട്ടെന്നേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ജസ്റ്റ് അവിടെ വരെ പോയിട്ട് തിരിച്ച് വരിക, കാട്ട് റൂട്ട് പിടിക്കുക, തിരിച്ച് വരിക. അത്രേ ഉള്ളൂ. വ്ലോഗ് ഇഷ്ടപ്പെട്ട് ചെയ്തിരിക്കട്ടെ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ഇട്ട് തരാം. ബൈ.